നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലാക്കിൽ നമ്മൾ ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട 3 പീസ് സെറ്റ് ആയിട്ടാണ് കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ടോപ്പ് ഓൺലി ആയിട്ടാണെങ്കിലും ടോപ്പ് ദുപ്പട്ട ആണെങ്കിലും ടോപ്പ് ബോട്ടം ആണെങ്കിലും ചെയ്യാം. 3 പീസ് ആയിട്ട് കാണിക്കണമെന്നേ ഉള്ളൂ. കാരണം ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് കിട്ടാൻ വലിയ പ്രയാസമില്ല. അപ്പൊ അതിനകത്തോട്ട് നമ്മൾ ഇതുപോലെ എന്താ പറയാ ഈ ഒരു നെക്ക് പാറ്റേൺ ഒരു ബോട്ട് നെക്ക് വിത്ത് ഒരു ഡീപ്പായിട്ട് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ത്രെഡ് കൊണ്ടുള്ളൊരു വീവിങ് വരുന്നൊരു ഡിസൈനർ ഫാബ്രിക് നമ്മൾ ഈ യോക്കിലോട്ട് വെച്ചിട്ടുണ്ട്. ശരിക്കും നല്ല ഭംഗിയായിട്ടോ. ഈ ഒരു നെക്ക് പാറ്റേൺ എല്ലാവർക്കും നല്ല സ്യൂട്ടബിൾ ആവും. അത് നല്ല നമ്മൾ മുമ്പ് ഇതിനകത്ത് ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്ര പറയണേ. നമുക്കത് ബ്ലാക്ക് വിത്ത് ഒരു കോപ്പർ കോമ്പിനേഷനുള്ള ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല എല്ലാവർക്കും കൂടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു. അപ്പൊ ഇത് നമ്മൾ എ ലൈൻ പാറ്റേണിലോട്ട് ചെയ്തിട്ടുണ്ട്. സ്ലിറ്റ് സെയിം പാറ്റേൺ തന്നെ സ്ലിറ്റിലോട്ടും വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഒരു വീവിങ് വരുന്ന മെറ്റീരിയലിന്റെ ഒരു 3 ക്ലോത്ത് ബട്ടൺ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെയാണ് ആ ഒരു വീവിങ് വരുന്ന മെറ്റീരിയൽ കണ്ടോ, ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഒരു ക്ലോത്ത് ബട്ടണും സെയിം ഫാബ്രിക് തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്ലോത്ത് ബട്ടണും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് സെയിം ഫാബ്രിക് തന്നെ വരുന്ന ഒരു ജോർജറ്റിന്റെ ദുപ്പട്ടയും കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. ബോട്ടം നമുക്ക് വേണമെങ്കിൽ പെൻസിൽ ബോട്ടോ അല്ലെങ്കിൽ പലാസോ ബോട്ടോ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പലാസോ ആണെങ്കിലാണ് ഏറ്റവും നല്ലത്, ഭംഗിയായിട്ട് നിൽക്കുന്നത്. ആ ഒരു സെയിം ടോപ്പിന്റെ തന്നെ കുറച്ച് ലെങ്ത്തിൽ നിൽക്കുന്ന പലാസോ ആയിരിക്കും ഭംഗി. ഞാൻ നെക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതുപോലെയാണ് അതിന്റെ നെക്ക് പാറ്റേൺ വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ആ ഒരു മൾട്ടി കളർ ത്രെഡ് കൊണ്ടുള്ള വീവിങ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ദുപ്പട്ട ഇതുപോലെയുള്ള ഒരു സെയിം പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫാബ്രിക് വെച്ചിട്ട് ഇതേപോലെ ഒരു ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോപ്പ് ബോട്ടം ദുപ്പട്ടയായിട്ടാണ് 48 ലെങ്ത് ആണ് വരുന്നത്. അപ്പം അതൊരു പാറ്റേൺ. പിന്നെ അതിന്റെ തന്നെ കുറച്ചും കൂടെ വീതിയുള്ള വേറൊരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഹെമ്മിങ് ആവാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതുപോലെ കുറച്ചും കൂടെ ഒരു വീതിയിൽ വരുന്ന ഒരു വീവിംഗ് ആണ് ഇതിനകത്തോട്ട് വന്നിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു വീതിയിൽ വരുന്ന വീവിംഗ്, അതും ഫുൾ ത്രെഡ് കൊണ്ട് സിൽവർ കളറും ഗോൾഡൻ സെറി കൊണ്ടുള്ള ഒരു വീവിംഗ്. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെയാണ്. ഞാൻ പറഞ്ഞില്ല, നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് വെച്ചിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഈ ഒരു 3 പീസ് സെറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇതുപോലെ ഉണ്ടായിട്ട് ലുക്ക് വരുന്നത്. ഇതാ ഞാനിതിപ്പം എല്ലാവരും പറയും ഇതിന്റെ നെക്ക് ഫുൾ ആയിട്ട് കാണുന്നില്ല എന്ന് പറയും. ഇതുപോലെയാണ് നെക്കിന്റെ ഒരു ഡിസൈൻ വരുന്നത്. പിന്നെ സ്ലീവിന്റെ എൻഡിലോട്ട് ഇതുപോലെ ഒരു വി കട്ടിങ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഡിസൈനർ ഫാബ്രിക് തന്നെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നമ്മൾ ബോർഡർ ഒന്നും കൊടുക്കാണ്ട് ഇതേപോലെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടോ. കാരണം ആ ഒരു വി കട്ടിങ്ങിനോട് ആ ഡിസൈൻ വരുമ്പോൾ നല്ല രസമാണ്. അപ്പൊ അതേപോലെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 പീസ് ആയിട്ട് ഇതിനകത്തോട്ട് സ്ലീവ് ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയായിട്ട് വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നെക്ക് ഈ ഒരു ഡിസൈനിലായിരിക്കും നല്ല അടിപൊളിയായിട്ട് വിതൗട്ട് ദുപ്പട്ട ടോപ്പ് ഒരു പലാസോ ബോട്ടോ കൂടെ പെയർ ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് നമുക്ക് പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. നല്ല അടിപൊളിയാട്ടോ. ഇത് ഫുള്ളി ഒരു ഗോൾഡൻ കളർ ത്രെഡ് കൊണ്ടുള്ള ഒരു വർക്കാണ്. നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടെ മറ്റേ ഡിസൈൻ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് വീതിയിൽ കൊടുക്കാൻ പറ്റും. മറ്റേത് ചെറിയൊരു 2 ഇഞ്ച് ബോർഡർ ആയിട്ട് നമ്മൾ നെക്ക് കൊടുത്തേക്കുന്നത്. അപ്പൊ അതൊരു പാറ്റേൺ അതേ ആ ഒരു ഇത് തന്നെ നമുക്ക് ഇത്രയും വീതിയിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള ഒരു ഡിസൈൻ ആട്ടോ ഇത്. ഇതിനകത്തോട്ട് ഈ ഒരു ഡിസൈൻ കണ്ടോ, സീക്വൻസും ത്രെഡും ഒരു പേസ്റ്റൽ ഷെയ്ഡിലുള്ള എംബ്രോയിഡറി ആണ് ഇതിനകത്തോട്ട് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയാണ്. അപ്പം അത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു നെക്ക് പാറ്റേണിലോട്ട് ഇതേപോലെ തന്നെ ഈ ഒരു ഷേപ്പിലോട്ട് കൊടുക്കാം. ഭയങ്കര ഭംഗിയായിരിക്കും. മറ്റേത് വീതി കുറച്ച് ചെയ്തത് ഈ ഒരു വീതിയിലോട്ട് ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടിലും ക്ലാസ് ലുക്ക് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയും ഒരു 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ.